ഹായ് ഫ്രണ്ട്സ്. അങ്ങനെ ഡിജോ ജോസ് പുള്ളിയുടെ മൂന്നാമത്തെ സംവിധാന സംരംഭമായ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന നിവിൻ പോളി ചിത്രത്തിൻ്റെ ടീസോ അല്ലെങ്കിൽ ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ ഫസ്റ്റ് പടം ക്യൂൺ, സെക്കൻഡ് പടം ജനഗണമന, മൂന്നാമത്തെ ചിത്രം. പുള്ളിയുടെ ആദ്യത്തെ പടം ഞാൻ കണ്ടേ, രണ്ടാമത്തെ പടം ജനഗണമനയുടെ ഒഴുക്ക് ഭയങ്കര പടമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ എനിക്ക് പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കാത്ത ഒരാളാണ്. എന്തുകൊണ്ടോ അതിൻ്റെ പൊളിറ്റിക്സ് അതിലും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ചിത്രത്തിൻ്റെ ഒഴുക്കുകൾ എനിക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ഈ ഒഴുക്ക് എൻ്റെ ഇത് മൈൻഡുമായിട്ട് സെറ്റ് ആവാത്തതുകൊണ്ട് കാണാത്ത കുറേ പടങ്ങളുണ്ട്. അതിലൊരു പടമാണ് ജനഗണമന. പടം മോശമായതുകൊണ്ടല്ല, എനിക്കെന്തോ എൻ്റെ ഒഴുക്കുമായിട്ട് അങ്ങോട്ട് പറ്റാത്ത. പക്ഷെ ഇപ്പോൾ മൂന്നാമത്തെ പടം മലയാളി ഫ്രം ഇന്ത്യ, അതിലെ പേരിൽ തന്നെ അതിൻ്റെ പൊളിറ്റിക്സ് ഉണ്ട്, രാഷ്ട്രീയമുണ്ട്. ആ ഒരു പ്രോമോയുടെ അവസാനം നിവിൻ പോളി വന്നിട്ട് ഭാരതമാണോ ഇന്ത്യ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഡിജെ പറയുന്നുണ്ട് രണ്ടും ഒന്നല്ലേ, പക്ഷെ നമുക്ക് ഇന്ത്യ മതി. ആ ഒരു പോയിന്റ് അത് വളരെ രസമാണ്. പിന്നെ ധ്യാൻ നിവിൻ കോംബോ ഭയങ്കര ഹ്യൂമറസ്. എനിക്ക് തോന്നുന്നു ധ്യാനും നിവിനും ഇതിന് മുമ്പ് അങ്ങനെ ഒരുമിച്ച് പടം ചെയ്ത് കാണത്തില്ലല്ലോ, ഫസ്റ്റ് പടം തോന്നുന്നു. പക്ഷെ അവർ രണ്ടുപേരും സ്ക്രീനിൽ വരുമ്പോൾ ഒരു പോസിറ്റീവ്. പിന്നെ നിവിൻ പോളിയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഈ ഹ്യൂമർ എന്ന് പറയുന്നത്. അത് അസാധ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ പ്രൊമോ കണ്ടിട്ട് നമുക്ക് കുറേ ഇരുന്ന് ചിരിക്കാൻ പറ്റുന്ന ഒരു പടം, പക്ഷേ സീരിയസ് ആയിട്ട് വിഷയം ചർച്ച ചെയ്യുന്ന പടം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിപ്പോൾ ജനഗണമനയിലെ ഫസ്റ്റ് ഒരു പ്രൊമോ പറ്റി പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അത് ആ സിനിമയിലേ ഇല്ലെന്നാണ് പറയുന്നത്. ഞാൻ ഇൻ്റർവ്യൂവിൽ വന്നിട്ടുണ്ട്, ഒരു പ്രോമോ സിനിമയിലില്ല, അതിൻ്റെ സെക്കൻഡ് ഭാഗത്തിലല്ല ആയിരിക്കും വരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും വളരെ ശക്തമായിട്ടുള്ളൊരു പ്രമേയമായിട്ടായിരിക്കും ഇത് വരുന്നത്. എനിക്ക് അതിൻ്റെ പ്രോമോ കണ്ടിട്ട് വളരെ ഇഷ്ടപ്പെട്ടു. വളരെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നമുക്ക് ക്രിസ്മസ് ദിനമാണ്, അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റ് സൂപ്പറായിട്ടുണ്ട്. നല്ല ഫ്രെയിമുകൾ, എന്താ പറയുക, നമ്മളിങ്ങനെ തിയേറ്ററിൽ ഇപ്പോൾ സലാറൊക്കെ കണ്ടിട്ട് മൊത്തത്തിൽ പൊടി പിടിച്ച് കിടക്കുകയാണ്. എനിക്കാണെങ്കിൽ നല്ലൊരു ക്ലിയറായിട്ട് ഉള്ള അങ്ങനെ ചിരിക്കാൻ പറ്റുന്ന, അങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പടം കാണണമെന്ന് ആഗ്രഹമുണ്ട്. അന്നേരമാണ് ഇത് വന്നത്. ഈ പടം എത്രയും പെട്ടെന്ന് നിങ്ങൾ റിലീസ് ചെയ്ത് തരിക എന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ ആസ്വദിച്ച് ആനന്ദിച്ച് രസിച്ച് എന്താ പറയുക, ഒന്ന് ത്രില്ലടിച്ചിട്ടൊക്കെ ഒന്ന് ഇറങ്ങി വരണം. നിവിൻ പോളിയുടെ അത്തരം പടങ്ങൾ എക്കാലവും മലയാളികൾ പക്ഷേ ഇത് സ്വീകരിച്ചിട്ടുണ്ട്. അത്തരം ഒരു ട്രെയിലർ അല്ലെങ്കിൽ അപ്പോൾ ഒരു പ്രോമോ ടൈറ്റിൽ അനൗൺസ്മെൻ്റ് ആണ് ഇന്ന് വന്നത്. ആ പേര് തന്നെ എന്തോ വ്യത്യസ്തതയാണ്, എന്തോ ഒരു ഇതാണ്. ഇപ്പോൾ ലിസ്റ്റിൻ ആ പ്രോമോയിലുണ്ട്, ഡയറക്ടർ ഡിജോ ഉണ്ട്, നിവിനുണ്ട്, ഇവിടെ ട്രെയിനുമായിട്ട് അഭിനയിച്ച ഒരാളുണ്ട്. പക്ഷെ സൂപ്പറാണ് കേട്ടോ നിവിൻ. അതിനകത്ത് നിവിൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട്, ആ ഫേസിൽ നിവിൻ്റെ ഒരു ആത്മവിശ്വാസം. നമുക്ക് അത് കാണുമ്പോൾ തന്നെ ചിരി വരുന്നു. അപ്പോൾ സിനിമ കാണുമ്പോൾ എന്തായാലും ചിരിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ വരട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം നമ്മൾ കുറേ നാളായിട്ട് നിവിൻ പോളിയുടെ എത്ര ഒരു പടത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതുപോലെ നിവിൻ കൺ ബാക്ക് എന്ന് പറഞ്ഞിട്ട് നിവിൻ്റെ ബാക്ക് കാണിക്കുന്ന പ്രശ്നത്തൊക്കെ എന്താണ് ഹ്യൂമറസ് ആയിട്ട് അയൽത്ത് വെച്ചേക്കുന്നത്. നിവിൻ്റെ സ്ട്രോങ് പോയിന്റ് ഹ്യൂമറാണ്. ഹ്യൂമർ വെച്ച് തന്നെ ഇപ്പോൾ ആൻ്റണി പെപ്പയുടെ സ്ട്രോങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആക്ഷനാണ്. ആൻ്റണിയെ കണ്ട് ഇടി വേണം, നല്ല പടം ഹിറ്റാകത്തുള്ളൂ. അതുപോലെ നിവിൻ ഉണ്ടെങ്കിൽ ഹ്യൂമർ വേണം. ഇപ്പോൾ ഇപ്പം ധ്യാനൊക്കെ പറഞ്ഞത് അതിൻ്റെ ലവ് ആക്ഷൻ ഡ്രാമയൊക്കെ റിപ്പീറ്റ് വാല്യൂ ഉള്ള പടമാണ്. ഇപ്പോൾ ടി വിയിൽ വന്നാലും ആളുകൾ ഇന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അതിനകത്ത് ഹ്യൂമറുണ്ട്. ബ്രോഡാഡി ഭയങ്കര റിപ്പീറ്റ് ചെയ്ത് ഇന്നലെയും കണ്ടൊരു പടമാണ്. ഇന്നലെയും ടി വി വന്നപ്പോൾ ഇന്ന് കണ്ട പടമാണ്. അപ്പോൾ അതിൻ്റെ ഹ്യൂമറുണ്ട്. ഹ്യൂമറുള്ള പടങ്ങൾ ഇപ്പം എന്താ നമ്മുടെ സിദ്ദിഖ് ലാൽ ചിത്രങ്ങൾ എന്തുകൊണ്ട് ചർച്ചയാവുന്നു എന്ന് ചോദിച്ചാൽ അത് ഹ്യൂമറുണ്ട്. അതുപോലെ തന്നെ സത്യാനന്ദിക്കാട്ടിൻ്റെ പഴയ ചിത്രങ്ങൾ എന്തുകൊണ്ട് ചർച്ചയാവുന്നു എന്ന് ചോദിച്ചാൽ അതിനകത്ത് ഹ്യൂമറുണ്ട്. ഹ്യൂമറിൽ പൊതിഞ്ഞൊരു എന്താ പറയുക പ്രശസ്തമായ വിഷയം കൂടി സംസാരിക്കുന്നതുകൊണ്ടാണ് ആ പടമൊക്കെ ഇപ്പോഴും എവർ ഗ്രീനായിട്ടിരിക്കുന്നത്. സി ഡി മൂസ ഇപ്പോഴും എന്താ പറയുക പെൺഡ്രൈവിലുള്ള സിനിമയാണ്. എന്തുകൊണ്ട് അതിൽ ഹ്യൂമറുണ്ട്. ഹ്യൂമറസ് ആയിട്ടുള്ള പടങ്ങൾ എപ്പോഴും മലയാളത്തിൽ പ്രത്യേകിച്ച് എപ്പോഴും ആളുകൾ സ്വീകരിക്കാതെ വർഷങ്ങൾക്ക് ശേഷം ചർച്ച ചെയ്യുക. അതിന് ഉദാഹരണങ്ങൾ നമുക്ക് ഒത്തിരി ഉണ്ടല്ലോ. ഇപ്പോൾ മുകേഷ് ചേട്ടനൊക്കെ അഭിനയിച്ച പഴയ പടങ്ങൾ വീണ്ടും ചർച്ചയാവുന്നത് എന്തുകൊണ്ടാണ്? ഈ ഗോഡ് ഫാദർ ആവട്ടെ അല്ലെങ്കിൽ ഹരിഹർ നഗർ ആവട്ടെ, അതൊക്കെ വീണ്ടും എന്താ പറയുക റാഞ്ചി റാവു, മാനാർ മത്തായി, അത് രണ്ടും പോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലാസ്റ്റ് തന്നെ ഒരെണ്ണം ഇറങ്ങിയായിരുന്നു. അത് ചർച്ചയാവാതെ പോയത് മറ്റേ രണ്ട് ചർച്ചയാവുന്നതും ഒക്കെ ഈ ഹ്യൂമറിൻ്റെ ഘടകങ്ങളുള്ളതുകൊണ്ടാണ്.
ഇപ്പോൾ ഹ്യൂമറിൽ ചാലിച്ച് നല്ലൊരു സാധനം ചെയ്താൽ അതൊന്ന് ചർച്ചയാവും. അല്ലെങ്കിൽ കട്ട സീരിയസ് ആയിട്ടുള്ള സാധനങ്ങൾ, ഇപ്പോൾ എന്തോ അടൂർ ഗോപാലകൃഷ്ണൻ പടങ്ങളൊക്കെ എപ്പോഴും ചർച്ചയാവുന്നത്. അല്ലെങ്കിൽ അപ്പം അതുപോലെയുള്ള ചിത്രങ്ങൾ അത്തരം എന്താ പറയുക ഒരു സ്ലോ സ്പേസ് ഉള്ള അല്ലെങ്കിൽ വലിയ ഇതൊക്കെ ഇപ്പോൾ പത്മരാജ സിനിമാസിലൊക്കെ ചർച്ചയാവുന്നത് ഭരതൻ ബെറ്ററാൻ ചിത്രങ്ങളൊക്കെ അത് വളരെ സീരിയസ് ആണ്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്തരം സിനിമകളും വളരെ ഹ്യൂമറായിട്ടുള്ള സിനിമകളും ചർച്ചയാവുന്നതൊക്കെ അതിൻ്റെ പ്രമേയവും ഒന്ന് ഹ്യൂമർ നമ്മൾ സ്വീകരിക്കും, മറ്റേത് പ്രമേയം കൊണ്ടും നമുക്കൊരു റെഫറൻസ് കൊണ്ടും സ്വീകരിക്കും. അപ്പോൾ ഹ്യൂമർ ആണ് നിവിൻ പോളിയുടെ സ്ട്രോങ് പോയിന്റ്. അതിൽ നിവിൻ തകർത്തിട്ടുണ്ടെങ്കിൽ പടം ഹിറ്റാവുന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം വേണ്ട. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ തയ്യലിൻ്റെ പുസ്തകയ്ക്ക് വാചാലനായി പോയത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ക്രിസ്മസ് ആശംസ. മറ്റൊരു വീഡിയോ കാണാം. ചിന്താ സൈനികം.